ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് സാറ്റർഡേ ഗൈഡൻസ് ആണ്, അതായത് മെയ് 24ൻ്റെ എനർജിയാണ്. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് പൈൽ സെലക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡും നേരുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേ ഗൈഡൻസ് എന്താണെന്ന്. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെയ് 24ൻ്റെ എനർജി എന്താണ്? താങ്ക് യു. പൈൽ നമ്പർ 1. ഇവിടെ 8 ഓഫ് ഇമോഷൻസിൻ്റെ എനർജി, അതുപോലെ തന്നെ മൂണിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഇവിടെ ഫുൾ മൂണും അതുപോലെ തന്നെ ന്യൂ മൂണിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. 2 ഡേയ്സിൻ്റെ ഉള്ളിൽ ന്യൂ മൂൺ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട് ഫസ്റ്റ് ഒരു അഡ്വൈസ് ഇവിടെ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എനർജീസ്, നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത എന്തെങ്കിലും എനർജീസ് ഈ ഒരു സമയത്ത് സർഫസ് ലെവലിലോട്ട് പൊങ്ങി വരുന്നുണ്ടാകാം. ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ അത് ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് കുറച്ച് പേരോട് ഗൈഡൻസിൻ്റെ രൂപത്തിൽ ഇന്നത്തെ ദിവസം പറയുന്നത്. അപ്പോൾ ലൈഫിൽ എവിടെയെല്ലാമാണോ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സങ്കല്പം മനസ്സിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിൽ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടണം, വിജയിക്കണം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം, ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. അതിനും ഈ ഒരു എനർജി നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഹീൽ ചെയ്ത് മുന്നോട്ട് വരേണ്ട ആവശ്യമുണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ ലഭിക്കുന്നതാണ്. അതും കുറച്ച് പേർക്ക് ഇവിടെ ഒരു ഗൈഡൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന നെക്സ്റ്റ് 2-3 ഡേയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക്. ആ ഒരു സമയത്ത് ആ ഒരു ന്യൂ എനർജി പല ഓപ്പർച്യൂണിറ്റിയുടെ രൂപത്തിൽ പല തരത്തിൽ നിങ്ങളുടെ ലൈഫിലോട്ട് ആ ഒരു എനർജി, പുതിയ എനർജീസ് വരുന്നുണ്ടാകാം. അപ്പോൾ അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്, ഇൻറ്റ്യൂഷൻ കുറേ കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് ഇന്നത്തെ ബ്ലെസ്സിങ്സ് നോക്കാം. സാറ്റർഡേ ബ്ലെസ്സിങ്സ് നോക്കാം. താങ്ക് യു. ഓക്കെ, ലവേഴ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഇവിടെ റിലേഷൻഷിപ്സ് കാണുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള, ഡീപ്പായിട്ടുള്ള ട്രൂ ലവിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയും ആയിരിക്കാം. അപ്പോൾ കുറച്ച് പേർക്ക് അതുമായിട്ട് ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ്, എന്തെങ്കിലുമൊക്കെ ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. കുറേ നാളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്, എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു റിക്കവറിയുടെ എനർജിയും ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മനസ്സുകൊണ്ടിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ഹാർട്ട് ചക്ര എന്താണോ പറയുന്നത് അത് ട്രസ്റ്റ് ചെയ്യാനായിട്ട് കുറേ കൂടെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാകാം. ആ ഒരു ഗൈഡൻസ് നിങ്ങളെ ഒത്തിരി ഹീലിങ്ങിലോട്ട് നയിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഒരു മീഡിയേറ്റർ ആകാനായിട്ട്, ഒത്തിരി പേരുടെ ലൈഫിൽ ഒരു ചേഞ്ച്, ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം, നിങ്ങളൊരു ഹീലർ ആണെങ്കിൽ. വേറെ എന്ത് ബ്ലെസ്സിങ് ആണ്? പൈൽ നമ്പർ 1ൻ്റെ താങ്ക് യു. റിന്യൂവലിൻ്റെ എനർജി, എഗെയിൻ ആ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ് കാണുന്നത്. പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഫൊർഗീവ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് പോസിബിൾ ആകുന്നതാണ് ഈ ഒരു സമയത്ത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജീസ്, ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ്. അത് നിങ്ങളെ ഒരു ന്യൂ ഡയറക്ഷനിലോട്ട് കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പുതിയൊരു പ്ലേസിലോട്ടുള്ള ഒരു
ഒരു ഷിഫ്റ്റ് ആയിരിക്കാം. എന്തെങ്കിലും ഫോറിൻ കൺട്രീസിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണം അല്ലെങ്കിൽ മൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാരിറ്റി, വ്യക്തത വരുന്ന ഒരു സമയമായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ പർപ്പസ് എന്താണ്, ഇനി മുന്നോട്ട് എന്താണ് ചെയ്യാനുള്ളത്, അതിലും കുറച്ച് പേർക്ക് വ്യക്തത വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇവിടെ യൂണിറ്റിയുടെ എനർജിയാണ്, പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ്, റിന്യൂവൽ, പുതുക്കുന്ന എനർജിയാണ് കാണുന്നത്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പുതുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡും ആയിരിക്കാം. കുറച്ച് പേർക്ക് എഗെയിൻ പഠനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നുണ്ടാകാം. കരിയറിൽ എന്തെങ്കിലുമൊക്കെ ട്രാൻസിഷൻ, എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഗ്രേഡിൻ്റെ എനർജി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് പേര് പുതിയൊരു സ്റ്റഡി, പുതിയൊരു പഠിക്കാനായിട്ട് പുതിയൊരു കാര്യം തിരഞ്ഞെടുക്കുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. പാൽ നമ്പർ 1 ദ വേൾഡിൻ്റെ എനർജി. ഇവിടെയും റിലേഷൻഷിപ്സ് ആണ് കാണുന്നത്, വ്യക്തിബന്ധങ്ങളാണ് കാണുന്നത്. അവിടെ കുറച്ചും കൂടെ ഒരു സ്ട്രെങ്ത്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ഓവറോൾ ഈ ഒരു ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഈഗോ ക്ലാഷസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. ഫൈനലായിട്ട് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ അഫർമേഷൻ എന്താണ്? താങ്ക് യു. അത് അഫർമേഷൻ എന്താണ്? ടുഡേ ഐ ആം കാം. ടുഡേ മൈ മൈൻഡ് ഇസ് ഓപ്പൺ ആൻഡ് ഐ ആം അറ്റ് പീസ് വിത്ത് ഹൂ ഐ ആം. ബാക്കിൽ ടുഡേ ഐ ബിലീവിൻ്റെ എനർജിയാണ്. അപ്പോൾ മൈൻഡ് കുറച്ചും കൂടെ കാമാക്കി നിർത്താനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സത്യം എന്താണോ, ട്രൂത്ത് എന്താണോ, ആ ഒരു എനർജി ആയിട്ടും ഒരു പീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങളോട് തന്നെയുള്ള ആ ഒരു ദേഷ്യം, ആ ഒരു നെഗറ്റീവ് എനർജീസ് നിങ്ങൾ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ കുറ്റബോധങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്തായിരുന്നു, അതെന്നെ എന്താണ് ലൈഫിൽ പഠിപ്പിച്ചത്, അത് ഉൾക്കൊണ്ടുകൊണ്ട്, ആ ഒരു വിസ്ഡം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സാറ്റർഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേ ഗൈഡൻസ് എന്താണെന്ന്. അതായത് മെയ് 24 എനർജി പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് താങ്ക് യു. ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ എനർജി, അതുപോലെ തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം, അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലോക്കേജ് ഉണ്ടാകുന്നതായിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷസ് ഫുൾഫിൽ ചെയ്ത് വരുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ കാഴ്ചപ്പാടിലൊരു ഷിഫ്റ്റ്, മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ റീസൺ എന്താണ്, നിങ്ങൾ എന്ത് എനർജിയിൽ ഇരുന്നിട്ടാണ് ആ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അത് കുറച്ചും കൂടെ നിങ്ങൾ ക്ലാരിറ്റിയോടുകൂടി, വ്യക്തതയോടുകൂടി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നമ്മുടെ മുന്നിൽ കാണുന്നതായിരിക്കില്ല സത്യം വന്നിട്ട്. ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ ഒത്തിരി റീസൺസ് ഉണ്ടാകാം, ഒത്തിരി കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചൊരു പേഷ്യൻസും ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യവും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ എല്ലാവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ്. പല രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനെ ചിതറിക്കിടക്കുന്ന എനർജീസ് ഉണ്ടെങ്കിൽ അതിനെ ചേർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പോയിന്റിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുക, അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഉള്ളിലായിരിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി, വ്യക്തത നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലായിരിക്കാം. എല്ലാവരുടെയും എനർജീസ് മനസ്സിലാക്കിയിട്ട് ഒരു കോമൺ ഗോൾ ഉണ്ടാക്കുക, എന്താണ് ചെയ്യേണ്ടത്, അത് കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, കോൺവെർസേഷൻസ്, അവിടെയെല്ലാം കുറച്ചൊരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരിക. അതുപോലെ തന്നെ സ്നേഹം, കമ്പാഷൻ്റെ എനർജി ആയിട്ടും കണക്ട് ചെയ്യുക. അതും ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ കാര്യങ്ങളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാത്രം കാണാതിരിക്കുക. അതിന് പല കളേഴ്സ് ഉണ്ടാകാം, പല ഷെയ്ഡ്സ് ഉണ്ടാകാം, ലെയേഴ്സ് ഉണ്ടാകാം. അപ്പോൾ അതിലോട്ടും കൂടെ നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കാനായിട്ടാണ് ഇന്നത്തെ ദിവസം മെയിൻ ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നത്. നെക്സ്റ്റ് ഇന്നത്തെ നിങ്ങളുടെ പോസിറ്റീവ് എനർജീസ് നോക്കാം, ബ്ലെസ്സിങ്സ് നോക്കാം. താങ്ക് യു. വൈസ് കൗൺസിലർ, ഇത് വന്നിട്ട്
നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഈശ്വരനെ കുറച്ചും കൂടി ട്രസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഡിവൈൻ പവറിലാണോ വിശ്വസിക്കുന്നത് അവിടെ കുറച്ചും കൂടെ നിങ്ങൾ വിശ്വാസം കൊണ്ടുവന്ന് കഴിയുമ്പോൾ, ട്രസ്റ്റ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആൻസേഴ്സ്, സൊല്യൂഷൻസ് ലഭിക്കുന്നതാണ്. പല രൂപത്തിലായിരിക്കാം ഈ ഒരു ആൻസേഴ്സ് വരുന്നത്. ഗൈഡൻസിൻ്റെ രൂപത്തിലായിരിക്കാം, സ്പിരിച്വൽ ഗൈഡൻസിൻ്റെ രൂപത്തിലായിരിക്കാം, അറിവുള്ളവരിൽ നിന്നിട്ടായിരിക്കാം, ചിലപ്പോൾ പുതിയ ഐഡിയാസ്, പല പല ആൾക്കാരിൽ നിന്ന് കേൾക്കുന്ന ഐഡിയ ചിലപ്പോൾ നിങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ട്രഡീഷണലായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ അവിടെ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കുമ്പോഴായിരിക്കാം, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വിസ്ഡം, നോളേജ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എന്താണോ അത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. അത് നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ഹോപ്പ് നൽകുന്നതായിട്ട്, പ്രത്യാശ നൽകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ യൂണിറ്റിയുടെ എനർജിയാണ്, ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ എനർജിയാണ്, നിങ്ങളെപ്പോലെ ചിന്തിക്കുക, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന എനർജിയാണ്. ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ, സോൾ ട്രൈബ് എന്ന് പറയും, അങ്ങനത്തെ ആൾക്കാരായിട്ടുള്ള എനർജി എക്സ്ചേഞ്ചും ഇന്നത്തെ ദിവസം ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുതരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിസ്കഷൻസ് ത്രൂ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നോളേജ്, അറിവ് നിങ്ങളുടെ ലൈഫിലോട്ട് ഇന്നത്തെ ദിവസം കടന്നു വരുന്നുണ്ടാകാം. ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, കുറച്ച് പേർക്ക് പാസ്റ്റിൽ എന്തെങ്കിലും എഫേർട്ട്, നിങ്ങൾ ചെയ്ത എന്തെങ്കിലും നല്ല കർമ്മങ്ങൾ, അതിൻ്റെ ഫ്രൂട്ട്സ് കുറച്ച് പേർക്ക് അനുഭവിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് നടത്തുന്ന ഒരു സമയമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ മണി, ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്ങും കുറച്ച് പേരുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. ബാക്കിൽ ദ വേൾഡ് ആണ്, ഒത്തിരി സക്സസിൻ്റെ എനർജി, ഒത്തിരി കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട്, കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയാണ്. ശനി ഭഗവാൻ, ഇന്ന് സാറ്റർഡേ ആണ്, അപ്പോൾ ശനി ഭഗവാന്റെ ഒത്തിരി എനർജീസ്, ഒത്തിരി ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്. പല രൂപത്തിലായിരിക്കാം ഈ ഒരു എനർജി വർക്ക് ചെയ്യുന്നുണ്ടാകുക. ചിലപ്പോൾ നിങ്ങളെ പല ലെസൺസിൽ കൂടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്കൊരു വിസ്ഡം നൽകുന്നതായിരിക്കാം. അല്ലെങ്കിൽ എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു എൻലൈറ്റ്മെൻറ്റിൻ്റെ എനർജി, പോസിറ്റീവ് എനർജി ഇന്നത്തെ ദിവസം വരുന്നുണ്ട്. കുറച്ച് പേർക്ക് കുറേ കൂടെ പ്രൗഡ് ഫീൽ ചെയ്യുന്ന എനർജിയാണ്. നിങ്ങളുടെ അക്കംപ്ലിഷ്മെൻറ്റ്, നിങ്ങളുടെ കഴിവുകൾക്ക് കുറച്ചും കൂടെ ഒരു അഭിമാനം തോന്നുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം, പായൽ നമ്പർ 2 കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി, സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ലോജിക്കലായിട്ട്, പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനായിട്ട്, പ്രായോഗികമായിട്ട് തിങ്ക് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. അതും ഒത്തിരി പോസിറ്റീവ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്കുള്ള അഫർമേഷൻ വന്നിട്ട്, ടുഡേ ഐ വിൽ സീ ദ പോസിബിലിറ്റീസ്, ടുഡേ എനിത്തിങ് ഈസ് പോസിബിൾ, മൈ ഹാർട്ട് ഈസ് ഓപ്പൺ ടു എനി ആൻഡ് ഓൾ പോസിബിലിറ്റീസ്. അപ്പോൾ കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കാനായിട്ടാണ് പറയുന്നത്. അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് പല രൂപത്തിൽ നമ്മുടെ ലൈഫിലോട്ട് വരുന്നതാണ്. അപ്പോൾ അതിനെ മനസ്സിലാക്കുക, അതിൻ്റെ പോസിബിലിറ്റീസ് മനസ്സിലാക്കുക, അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, ഇത് പോസിബിൾ അല്ല, അങ്ങനത്തെ ഒരു ലോ വൈബ്രേഷൻ എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, എല്ലാത്തിനോടും നോ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. ഈ ഒരു ദിവസം നമ്മൾ ട്രൈ ചെയ്യാതെ നമുക്ക് അറിയത്തില്ല നമ്മളെക്കൊണ്ട് അത് സാധിക്കുമോ, നമുക്ക് പോസിബിൾ ആകുമോ. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആകാനായിട്ടും ശ്രമിക്കുക. കുറച്ചും കൂടെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെടുക്കുന്ന ചോയ്സ് ആയിക്കോട്ടെ, തീരുമാനങ്ങളായിക്കോട്ടെ, അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി കൊണ്ടുതരുന്ന, ഹാപ്പിനെസ് കൊണ്ടുതരുന്ന, ഹെൽത്തി ആയിട്ടുള്ള, ആരോഗ്യപരമായിട്ടുള്ള എനർജി ആകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ കയ്യിലാണുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറുക ഈ ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ സാറ്റർഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.